ഞാനെപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ആക്ടർ അല്ലെങ്കിൽ മറ്റേ പാട്ട്, ഡാൻസ്, ഫൈറ്റ്, റൊമാൻസ്, ഇതാണ് എൻ്റെ ഒരു വിഷൻ. ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കൊരു റെമോ ഒക്കെ പോലത്തെ പടം ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ചാൻസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ചാൻസ് ഇപ്പോഴും ഞാൻ ഇന്നും എല്ലാ ദിവസവും ഡെയിലി ഞാൻ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കും. മെസ്സേജിൻ്റെ കോമൻറ്റ് വെച്ചാൽ മെസ്സേജിൻ്റെ മുകളിൽ ആദ്യം ഞാൻ ചോദിച്ച മെസ്സേജ് ഉണ്ടോ കേട്ടോ. ഇപ്പം ഞാൻ ഒന്നും കൂടി ചോദിക്കും. കാരണം ഒന്നും കൂടി ചാൻസ് ചോദിക്കാതെ കിട്ടൂല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഒരു പ്ലാനും ഇല്ലായിരുന്നു. കാരണം എനിക്ക് അറിയില്ല, ഞാൻ ഒരു മൊമെന്റിലാണ് ഞാൻ ആക്ടർ ആവണം എന്നുള്ള ഒരു പാഷൻ എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? സിനിമ കണ്ടിട്ട് ചെറുപ്പത്തിൽ അടി ഉണ്ടാക്കണം. ഞാൻ മറ്റേ ആക്ഷൻ മറ്റേ സൗണ്ടൊക്കെ ഉണ്ടായിട്ടാണ് അടിക്കുക പണ്ടത്തെ പോലെ. അപ്പോൾ അന്ന് എനിക്ക് സിനിമ ഒരു ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള. അപ്പം അങ്ങനെയാണിത് എൻ്റെ ഒരു ജേണിയിൽ പോണ എൻ്റെ കൂടെ ഈ സിനിമ അങ്ങനെ വന്നു. ഒന്നുമില്ലാതെ വന്ന ഒരുപാട് ആക്ടേഴ്സുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പരിപാടി ഇല്ല, ഇത് എന്താ ചെയ്യേണ്ടതെന്നില്ല, അറിയില്ല, നമ്മൾ എങ്ങനെ ഇതിലേക്ക് എത്തുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ ആ സമയത്ത് ഇപ്പം ആസിഫ് അലി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതാണ് പുള്ളി വന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടായി. അപ്പോൾ ഞാൻ വക്കച്ചനാണല്ലോ മെയിൻ. കാരണം വക്കച്ചൻ എന്ന ക്യാരക്ടർ എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് ഞാൻ കിട്ടിയതിൽ. കാരണം വെച്ചാൽ സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ എല്ലാം നമ്മളെ ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മളാണ് ഈ പരിപാടി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഫസ്റ്റ് നമ്മൾ ഈ പോർട്രൈറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് മ്യൂസിക് ഇട്ട് എഡിറ്റ് ചെയ്ത് ഹൈലി ക്വാളിറ്റിയിൽ 5D ഒന്ന് ഷൂട്ട് ചെയ്ത്, അന്ന് 5D ഷൂട്ട് ചെയ്ത, അങ്ങനെ ചെയ്ത് തുടങ്ങിയത് നമ്മളായിരുന്നു. ഞാൻ ഫിനാൻഷ്യലി ഇപ്പോഴും നമ്മൾ സെറ്റായിട്ടില്ല. ഇപ്പോഴും നമുക്ക് സ്ട്രഗിൾ പരിപാടി തന്നെയാണ്. കാരണം അങ്ങനെ ഒരു പൈസ കിട്ടുന്ന ആക്ടറായിട്ട് ഞാൻ മാറിയിട്ടില്ല. പൈസ കിട്ടുന്ന ആഗ്രഹമുണ്ട്, അങ്ങനെ സംഭവിക്കണമെന്ന്. പൈസ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിപ്പം അന്നാണെങ്കിലും ഇന്നാണെങ്കിലും.